2017 GST നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ഈ നികുതി സമ്പ്രദായം ഏറ്റവും വലിയ പുനഃക്രമീകരണത്തിന് വിധേയമാവുകയാണ്. സെപ്റ്റംബർ 3-4 തീയതികളിൽ നടക്കുന്ന 56ാമത് GST കൗൺസിൽ യോഗം ഏറെ നിർണായകമാണ്. സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന പുതിയ GST പരിഷ്കരണങ്ങൾ, സ്ലാബുകൾ വെട്ടിക്കുറച്ചും അതുപോലെ നിരക്കുകൾ താഴ്ത്തിയും GST കൗൺസിൽ സാധാരണക്കാരന്റെ നികുതി ഭാരം വൻതോതിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. 5%, 12%, 18%, 28% എന്നീ 4 GST നികുതി സ്ലാബുകൾ 5%, 18% എന്നിങ്ങനെ രണ്ടായി കുറയ്ക്കാനുള്ള നിർണായക കേന്ദ്ര ശുപാർശ GST കൗൺസിൽ യോഗം അംഗീകരിച്ചിട്ടുണ്ട്. നിലവിൽ 12%, 28% എന്നീ നിരക്കുകൾ ബാധകമായിരുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി യഥാക്രമം 5%, 18% എന്നീ സ്ലാബുകളിലേക്ക് കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതോടെ 175 ഉൽപ്പന്നങ്ങളുടെ വില കുറയും. ഇൻഷുറൻസ് മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ബാധകമായ 18% നികുതി ഒഴിവാക്കണമെന്ന ദീർഘകാല ആവശ്യവും യോഗം അംഗീകരിച്ചിട്ടുണ്ട്. നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്ന സെപ്റ്റംബർ 22 മുതൽ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. US-ന്റെ 50% പകരം തീരുവ അടക്കമുള്ളവ ഇന്ത്യൻ സമ്പദ് വളർച്ചയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിനിടെയാണ് ഈ നിർണായക നീക്കമുണ്ടാകുന്നത്. കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളും നിരക്ക് കുറയ്ക്കുന്നതിനെ അനുകൂലിച്ചിട്ടുണ്ട്. എന്നാൽ പരിഷ്കാരം നടപ്പിൽ വരുമ്പോഴുള്ള വരുമാന ഇടിവ് പരിഹരിക്കാനുള്ള നഷ്ടപരിഹാര സംവിധാനം ഏർപ്പെടുത്താത്തതിനെതിരെ കേരളമടക്കം 8 BJP ഇതര സംസ്ഥാനങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നിലവിൽ 12% നികുതി ബാധകമാകുന്ന 99% ഇനങ്ങൾക്കും 5% എന്ന കുറഞ്ഞ നികുതി മാത്രമേ ചുമത്തൂ. ചെറിയ കാറുകൾ 350cc വരെയുള്ള 2 വീലറുകൾക്കും വില കുറയും. ഇവയുടെ നികുതി 28% ആയിരുന്നത് 18% കുറഞ്ഞിട്ടുണ്ട്. അതേസമയം മറ്റ് വാഹനങ്ങളുടെ നികുതി 28-ൽ നിന്ന് 40%-ലേക്ക് ഉയർത്തുകയും ചെയ്തു. AC, 32 ഇഞ്ചിന് മുകളിലുള്ള ടെലിവിഷൻ, റെഫ്രിജറേറ്റർ എന്നിവയുടെയും വില കുറയും. നിത്യോപയോഗ വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, വിദ്യാഭ്യാസ ചെലവുകൾ എന്നിവയ്ക്ക് ഇതോടെ നികുതി 5% അതുമല്ലെങ്കിൽ നികുതി ഇല്ലാതെ ആവുകയോ ചെയ്യും. 28% നികുതി ബാധകമായിരുന്നവയിൽ 90% ഇനങ്ങൾക്കും 18% നികുതിയിലേക്ക് മാറുകയാണ്. പുകയില, സിഗരറ്റ്, എയറേറ്റഡ് പാനീയങ്ങൾ അതായത് കോള, 7-അപ്പ് പോലെയുള്ള പാനീയങ്ങൾ, പാൻ മസാല അടക്കമുള്ള 7 ഇനങ്ങൾക്ക് 40% നികുതി ഈടാക്കും. എന്നാൽ ഇവയ്ക്ക് ഏർപ്പെടുത്തിയ ഈ ഒരു 40% നികുതി സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരില്ല. ഇനി 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ 12% നികുതി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. 3 ജീവൻ രക്ഷാ മരുന്നുകളുടെയും അർബുദ, അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെയും 5% നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റെല്ലാ മരുന്നുകളുടെയും നികുതി 12% ആയിരുന്നത് 5 കുറച്ചിട്ടുണ്ട്. ചെറിയ കാറുകൾക്കും 350cc വരെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും വില കുറയും. നികുതി 28% ആയിരുന്നത് 18% കുറഞ്ഞിട്ടുണ്ട്. ലോട്ടറിയുടെ 28% നികുതി 40% കൂടിയിട്ടുണ്ട്. ഈ ഒരു തീരുമാനം കേരളത്തിന് തിരിച്ചടിയാകാനാണ് സാധ്യത. സിമന്റിന്റെ GST 28% ആയിരുന്നത് 18% കുറയുന്നത് നിർമ്മാണ മേഖലയ്ക്ക് നേട്ടമാകും. മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവയുടെയും വില കുറയും. ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ ഇന്ത്യൻ റൊട്ടി വിഭവങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൃഷി, ആരോഗ്യം, ടെക്സ്റ്റൈൽസ്, വളം, ഓട്ടോമോട്ടീവ്, ഇൻഷുറൻസ് എന്നിങ്ങനെ 8ഓളം മേഖലകൾക്ക് ഗുണമാകും. രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് GST നിരക്കിൽ പരിഷ്കാരങ്ങൾ നടത്തിയതെന്ന് നിർമ്മല സീതാരാമൻ പറയുന്നുണ്ട്. എന്നാൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പരിഷ്കരണങ്ങൾ വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് 56ാമത് GST കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ ധനമന്ത്രിമാർ ചൂണ്ടിക്കാട്ടുകയാണ്. നികുതി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനങ്ങളുടെ വരുമാനം വീണ്ടും കുറയുമെന്നാണ് ഇവരുടെയൊക്കെ ആശങ്ക. ഒരു പഠനവും നടത്താതെയാണ് കേന്ദ്രം പരിഷ്കാരങ്ങൾക്ക് ഒരുങ്ങുന്നതെന്ന് കേരള ധനമന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. ഒപ്പം പരിഷ്കരണം കേരളത്തിന് 8,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കുമെന്നും ഈ ഒരു നഷ്ടം നികത്താനുള്ള നടപടികൾ കേന്ദ്രം സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.